ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളും അതേപോലെ തന്നെ കുറച്ച് റെസിപ്പിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പച്ചക്കറിയൊക്കെ അധികമായിട്ട് വാങ്ങിക്കുന്ന ടൈമിലൊക്കെ നമ്മളുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറി ഏതുമായാലും ഇതേപോലെ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിതുപോലൊരു പേപ്പറിൽ നമ്മൾ പൊതിഞ്ഞ് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു പച്ചക്കറി നമ്മൾക്ക് കേടുവരില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ അധികമൊക്കെ ആയിട്ട് പച്ചക്കറിയൊക്കെ കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ നമ്മൾക്ക് മത്തങ്ങയും കുമ്പളങ്ങ അതേപോലെ കുരുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ആവും കിട്ടുക. അപ്പോൾ ആ ടൈമിൽ ഈ പച്ചക്കറി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാറുണ്ട്. സാമ്പാർ കഷ്ണത്തിലൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു കുരു അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിലും നമ്മളുടെ പച്ചക്കറികളൊക്കെ നമ്മൾക്ക് ഒരു 2 ആഴ്ച ഉപയോഗിക്കുന്നതിന് 3-4 ആഴ്ച നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, കേടുവരികയില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ പച്ചക്കറി പെട്ടെന്ന് തന്നെ കേടുവരാം ഇതിൻ്റെ കുരുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ തോലൊന്നും നമ്മൾക്ക് കളയേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏത് തരം പച്ചക്കറി ആയാലും നമ്മൾക്കിതേപോലെ തന്നെ നന്നായിട്ട് ഫ്രഷായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചില ടൈമിലൊക്കെ നമ്മൾ സാമ്പാർ കഷ്ണമൊക്കെ മേടിക്കുമ്പോൾ അധികമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് 1-2 ആഴ്ച ഉപയോഗിക്കുന്ന പച്ചക്കറി നമുക്ക് 3-4 ആഴ്ച ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും, ഒരു കേടും വരില്ല. ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് ഇതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇതേപോലെ നമ്മൾക്ക് ഒരു പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു മൂലക്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോൾ ആവശ്യമാകുമ്പോഴും പച്ചക്കറികൾ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് കിട്ടും. ഏത് തരം പച്ചക്കറി ആയാലും നമ്മൾ ഇതേപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് എനിക്കൊരു റെസ്റ്റോറൻറ്റിലെ ആൾ പറഞ്ഞു തന്നതാണ്. ഇതേപോലെ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം 2-3 പപ്പടം ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു തോരനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ തോരൻ നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് ചോറ് കഴിക്കാനൊക്കെ ഈ ഒരു തോരൻ മാത്രം മതി. ഈ ഒരു തോരൻ കൂട്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഏത് തോരനായാലും നല്ല രുചി കിട്ടും. ഇവിടെ എൻ്റെ ഹസ്ബൻഡൊക്കെ ഈ ഒരു തോരൻ കൂട്ടിയിട്ടാണ് ചപ്പാത്തിയൊക്കെ കഴിക്കുക. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തോരൻ കൂട്ടി കഴിക്കാനായിട്ട്. അത് നമ്മൾക്ക് ചോറ് കഴിക്കുമ്പോഴും ഒരിത്തിരി അച്ചാറും ഈ ഒരു തോരനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഏത് തരം തോരനിലും നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വെണ്ടയൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതേപോലെ നിങ്ങളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കുക. ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ദോശ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ പുട്ടിനൊപ്പമൊക്കെ നമ്മൾക്കിത് കഴിക്കാം. നല്ല യമ്മിയാണ് ഈ ഒരു തോരൻ. അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്ക മേടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2ആയി പൊളിച്ചതിന് ശേഷം 3 പീസാക്കിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധം നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഒരേ ടേസ്റ്റിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് വരും. അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. ഇതേപോലെ ഞാനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വേപ്പില, തക്കാളി, വെളുത്തുള്ളി, സവാളയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇതേപോലെയാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിത് വാട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ 2 മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ ഈ ഒരു അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതേപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഇതായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ വെണ്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്കെല്ലാത്തിനൊപ്പവും ഈ ഒരു മെഴുക്ക് പുരട്ടി കൂട്ടി നമ്മൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.